ഡിപ്രഷൻ എന്നൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ഡിപ്രഷനാണ്. ശരിക്കും ഈ ഡിപ്രഷൻ മാറ്റാൻ എന്താണ് വഴി? അതായത് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് അപ്ഡേറ്റ് നോക്കിയാൽ അറിയാം, ഫീലിംഗ് ഡിപ്രസ് എന്നുള്ള കമന്റ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് കൂടി വരികയാണ്. ആളുകൾ എന്തിനും ഏതിനും ഡിപ്രസ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും, വളരെ ഈസിയായി മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പോലും എല്ലാവരും ഇപ്പോൾ ഒരു ഫാഷനബിൾ ഡിപ്രഷന്റെ സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതിന് ചെയ്യാവുന്ന കാര്യം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. പലർക്കും അത് എന്താണെന്നുള്ളത് മനസ്സിലാകാതെ വെറുതെ ഇരിക്കുമ്പോൾ വിഷാദം ഉണ്ടാകുന്ന ആളുകളുണ്ട്. ആ ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു റീസൺ എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ, ഒന്നുകിൽ അത് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയി തെറാപ്പി എടുക്കണം, ട്രീറ്റ്മെന്റ് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. അത് ഗുരുതരമായ ഡിപ്രഷനിലാണല്ലോ. ഇതിപ്പോൾ കോളേജ് ക്യാമ്പസുകളിൽ പോയി കഴിഞ്ഞ് നമ്മൾ കുട്ടികളോട് ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ഭൂരിഭാഗം കുട്ടികളോടും ഈ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നൊരു കാര്യം ഞങ്ങളൊക്കെ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളതാണ്. അവർക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല. നമ്മുടെ പ്രേമലു സിനിമ പറയുന്ന പോലെ ഈ സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നതും പിന്നെ ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നതും നോക്കിയിരിക്കുന്ന ഒരു തലമുറയാണിത്. അപ്പൊ അങ്ങനെ അയച്ച മെസ്സേജ് ബ്ലൂ ടിക്ക് കാണാതാവുമ്പോൾ പോലും ഫീലിംഗ് ഡിപ്രഷൻ സ്റ്റാറ്റസ് ഇടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പൊ അതൊന്നും ഡിപ്രഷൻ അല്ല, അതൊക്കെ ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ ഓവർ ആങ്സൈറ്റിയുടെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് മെഡിക്കലി എക്സാമിൻ ചെയ്ത് കണ്ടെത്തേണ്ട അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റും തെറാപ്പി ആവശ്യമാണ്. അല്ലാത്തത് തന്നെ ഒന്നും നമ്മൾ ഡിപ്രഷന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പണി എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റീവായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിപ്രഷൻ ഒന്നും ഉണ്ടാവില്ല. പണിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഫുൾ ടൈം എൻഗേജഡ് ആയിരിക്കുന്ന ഒരാൾക്ക്, ഫുൾ ടൈം ബിസി ആയിരിക്കുന്ന ഒരാൾക്ക് ഡിപ്രസ്ഡ് ആകാൻ സമയമില്ല എന്നുള്ളതാണ് സത്യം.